ആകാശത്തിലേക്ക് കയറുന്തോറും ഭൂമിയിലെ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി തുടങ്ങും. ഒരുപക്ഷെ ഒളിക്കാഴ്ചകൾക്കും അതിലേറെ സ്വകാര്യതയ്ക്കും ഉയരങ്ങളാണ് ഏറ്റവും പറ്റിയിടം. ഒരാളും പരിചയഭാവത്തിൽ വന്ന് ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ, ആക്സിഡന്റിൽ തട്ടിപ്പോയെന്നാണല്ലോ കേട്ടത്, അന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു എന്നൊന്നും ചോദിക്കില്ല. മൊബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് ഇപ്പോഴെന്റെ ശീലം. എത്ര തേച്ചാലും വെളുക്കാത്ത പല്ലുമായി അവസാനിക്കാത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മാന്യദേഹമാണ് സുഗുണൻ. കോലമിടുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ നിന്നു പോകും. ഇതറിയാവുന്നത് കൊണ്ടാണ് മലയാളം മാത്രം അറിയാവുന്ന അംബിസ്വാമി ഹിന്ദു പത്രം വായിക്കുകയാണെന്ന വ്യാജേന ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരിക്കലും സ്റ്റാർട്ടാവാത്ത തന്റെ സ്കൂട്ടർ സൊസൈറ്റി സെക്രട്ടറി ചെറിയാൻ അഴിച്ചു പണിതുകൊണ്ടേയിരിക്കും. കയ്യിലെ മസിൽ വളരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ജിമ്മൻ കസരത്തടിക്കുമ്പോൾ ഒരു ഗ്ലാസ് എനർജൈസറിന്റെ രൂപത്തിൽ അടുത്ത വീട്ടിലെ പെൺകുട്ടി തന്റെ പ്രണയങ്ങളെ രാവിലെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ ബാറ്ററി ചത്തിട്ടില്ലെങ്കിൽ ക്ലോക്ക് 8:20 എന്ന കൃത്യമായ സമയം കാണിക്കും. കാലൊടിഞ്ഞവന്റെ വാൾപേപ്പറാണ് ഈ ബാൻഡേജ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വി ദ സ്ലേവ്സ് ഓഫ് ഹാബിറ്റ് എന്ന പോസ്റ്റ് ഇട്ടത്. ശീലത്തിനൊരു ശീലമുണ്ട്, അത് നമ്മുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ നമ്മളെയും കൊണ്ടങ്ങ് പോകും. ഇനി ഈ വഴിയൊന്നും വരൂലായിരിക്കും അല്ലേ? ആ നോക്കാം. ഇനി എപ്പ വരാനാണ്? ഇതാണ് മോളി ചേച്ചി. മോളി ചേച്ചിയുടെ പ്രൊഫൈൽ ഇത്രേ ഉള്ളൂ. വാ തുറന്നാൽ കള്ളം പറയും, കണ്ണ് തെറ്റിയാൽ കട്ടെടുക്കും. കള്ളം പറയുന്നതും കട്ടെടുക്കുന്നതും ഒരാൾ തന്റെ ജന്മാവകാശമായിട്ട് കരുതിയാൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നവരെല്ലാം മോളി ചേച്ചിയുടെ ശത്രുക്കളാണ്. 10 ഡീലെ സാറന്മാരെ പോവേണ്. എന്ത് നല്ല മനുഷ്യനായിരുന്നു ആ ചേച്ചി. എന്റെ കയ്യിലേക്ക് 100 രൂപ വെച്ച് തന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലെങ്കിലും ദൈവം നല്ല മനുഷ്യരെയൊക്കെ വേഗം നാട്ടിലേക്ക് വിളിക്കും. ഇനി അവിടെ താമസിക്കാൻ വരുന്നതേ ഒരു പുതുപ്പെണ്ണും ചെറുക്കനുമാണ്. അവരും ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യരായിരുന്നാ മതിയായിരുന്നു. എന്റെ മോനെ, ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞതാണ്. തൃപ്പൂണിത്തറ കോലോത്തുന്നവരെ കല്യാണാലോചന വന്ന പെണ്ണാ. അതെ, ആ 10 ഡീലെ തള്ളനോട് പറഞ്ഞ മനസ്സിലാവൂല. ഞാൻ ഇറങ്ങാൻ നേരത്തെ അവര് എന്റെ നേരെ 2 ചാട്ടം. അന്നേരം പേടിച്ചിട്ട് എന്റെ സാരി തുമ്പയിലുണ്ടായിരുന്നു ഇത്തിരി പഞ്ചസാര ഇത്തിരി കടുക്കും താഴ്ത്ത് വീണ് പോയെന്നുള്ളത് ശരി തന്നെയാണ്. അതിന് നമ്മൾ അഭിമാനം വിട്ട് കളിക്കൂല. ഇനി അവരുടെ അടുത്തേക്ക് എന്റെ പൊട്ടി പോവും. നമ്മള് ഡീസന്റ് പാർട്ടീസായിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ആഹാ, ഞാനിവിടെ പറയണതൊക്കെ ക്യാമറയിൽ പിടിച്ചു വെക്കണല്ലേ? ആ പിടിച്ചോ. സമയാസമയങ്ങളിൽ കള്ളക്കടത്ത് നടത്തുന്ന മോളി ചേച്ചിയോട് ഒരു നോട്ടം കൊണ്ട് പോലും പരാതി കാണിക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡീസന്റ് ആയത്. ഡോക്ടർ പറഞ്ഞ പ്രകാരം എല്ലിന് പകരം സ്റ്റീലായതുകൊണ്ട് നിലത്ത് കാലുകുത്താതെ 1 വർഷം കൂടി വീൽ ചെയറിലിരുന്നിങ്ങനെ ഉരുണ്ട് ഡീസന്റ് ആയേ പറ്റൂ. സാറേ ഞാൻ പോവേട്ടാ, നേരം പോയി.
സാറേ വൈകുന്നേരം തലേ ദിവസത്തിന്റെ മുഴുവൻ ഹാങ് ഓവറുകളോടെ ഉണരുന്ന ഒരേ ഒരു ദിവസമാണ് സൺഡേ. മഴ കൂടി ഉണ്ടെങ്കിൽ ഇത്ര ലേസിയായ ഒരു ദിവസം വേറെയില്ല. എന്നാൽ പതിവ് സൺഡേയോട് ഉറക്കച്ചടവില്ലാതെ അമ്പിസ്വാമിയും ഭാര്യയും ഇവിടെ നിൽക്കുന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ടും വീട്ടിൽ കയറാതെ ഈ കുടുംബങ്ങൾ ഇവിടെയെങ്കിലും ചുറ്റിക്കളിച്ച് നിൽക്കുന്നത് മഴ കണ്ടു നിൽക്കാനുള്ള റൊമാൻറ്റിക് മനസ്സുള്ളതുകൊണ്ടൊന്നുമല്ല. ഇന്നാണ് 10 ഡിയിലേക്ക് ന്യൂലി മാരിഡ് കപ്പിൾ താമസിക്കാൻ വരുന്നത്. അവരെ റിസീവ് ചെയ്യാനല്ലെങ്കിലും പുതിയ മൈഗ്രൻസിനെ കാണാനുള്ള ആങ്സൈറ്റി ഉണ്ടല്ലോ, അതാണ് ഈ വെയിറ്റിംഗ്. പുതിയ കപ്പിളിനെ കാത്തുനിന്നവർക്ക് ആദ്യം ഉണ്ടായത് അത്ഭുതമാണ്, പിന്നെ അമ്പരം. അത് കഴിഞ്ഞ് മുഴുവൻ ജനങ്ങളും വികാരനിർഭരമായ സംശയങ്ങളാൽ കൂട്ടിക്കത്തെ കൺഫ്യൂഷൻ അടിച്ചുപോയി. എന്റെ കർത്താവേ, ഇതാണോ ഭാര്യയും ഭർത്താവും? ആയിരിക്കും. ഭർത്താവൊന്നും ആയിരിക്കില്ലെന്നേ, ബ്രദർ ആയിരിക്കും. കണ്ടിട്ട് ബ്രദറാണെന്ന് തോന്നുന്നില്ല. ഇനി ശരിക്കും ഭർത്താവ് വേറെ വരുമോ? അങ്ങനെ സൊസൈറ്റിയുടെ ഹോളിഡേ കംപ്ലീറ്റ് തകർന്നു. ഇവന് സ്റ്റൂള് വേണ്ടി വരോട്ടാ. ചേച്ചിനെ അയ്യോ ചേടാ, ചേച്ചിനെ കാണാൻ പറ്റില്ല. ഷേ സാറേ ഞായറാഴ്ചകളിൽ എൻ്റെ മോളി ചേച്ചി ഈ സെക്യൂരിറ്റിയാണ്. 2 എണ്ണം കൊടുക്കുന്നതിന്റെ സ്നേഹത്തിൽ ഭക്ഷണത്തോടൊപ്പം തൊട്ടുകൂട്ടാൻ സൊസൈറ്റിയിലെ കുറച്ച് പരദൂഷണം കൂടി ഇയാൾ സെർവ് ചെയ്യും. സാറ് കണ്ടായിരുന്നോ? പെണ്ണൊരൊത്ത ഫുള്ളാ. അവനാണെങ്കിൽ ഒരു ക്വാർട്ടറിൻ്റെ അത്രേ ഉള്ളൂ.